സ്നേഹമുള്ളവരെ, ഔദാര്യശീലന് സന്തോഷം ലഭിക്കും. പ്രഭാഷകൻ 40-ാം അധ്യായം 14-ാം തിരുവചനം. സത്യസന്ധന്റെ മാർഗം സുരക്ഷിതമത്രേ. സുഭാഷിതം 10-ാം അധ്യായം 9-ാം തിരുവചനം. സബർമതി ആശ്രമത്തിലേക്ക് കടന്നിയെല്ലാം ഗാന്ധിജിയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ എത്തിയ യുവതിക്ക് മാനേജർ നൽകിയ ജോലി 80 വയസ്സ് കഴിഞ്ഞ മനോനില തെറ്റിയ ഒരു രോഗിയെ പരിചരിക്കുകയായിരുന്നു. മലമൂത്ര വിസർജ്യത്തിൽ അസഭ്യ വാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട് കിടക്കുന്ന ആ രോഗിയെ അവൾ കണ്ണീരോടെയാണെങ്കിലും പരിചരിച്ചു പോന്നു. ഒരു ദിവസം ഗാന്ധിജി തന്നെ അത് നേരിട്ട് കാണാൻ ഇടയായി. അവൾക്ക് മറ്റൊരു ജോലി നൽകാൻ ഗാന്ധിജി മാനേജരോട് നിർദ്ദേശിച്ചു. പൂന്തോട്ടം പരിപാലിക്കുന്ന ജോലിയാണ് ലഭിച്ചത്. അവൾക്കത് താല്പര്യമായിരുന്നതാനും. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ തന്റെ രോഗിയെ ആരാണ് പരിചരിക്കുന്നതെന്നറിയാൻ അവൾ ആ മുറിയുടെ അടുത്തെത്തി. ഗാന്ധിജി തന്നെയാണ് ആ ജോലി മുഴുവൻ നിർവഹിച്ചു പോന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നാം സ്വീകരിക്കേണ്ട മനോഭാവം എന്താണ്? എപ്പോഴും ഔദാര്യശീലനാണ് സന്തോഷം ലഭിക്കുക. സത്യസന്ധമായി ജോലി നിർവഹിക്കുക. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും തലമുറകളിലും സമൃദ്ധമാകാൻ നമ്മുടെ ഈ സേവന മനോഭാവം സഹായകമാകും. ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവരിലും സമൃദ്ധമായി നിറയട്ടെ. ആമേൻ.